വിശിഷ്യ പവിത്രമായ മുഹറമിലെ പുണ്യമേറിയ ദിനരാത്രങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളുമാണ്. പരിശുദ്ധമായ മുഹറമിലെ ഒരു നോമ്പിന്റെ പ്രതിഫലം 30 ദിവസം നോമ്പെടുത്ത പ്രതിഫലമാണ് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും കൂടുതൽ പുണ്യവും മഹത്വവുമേറിയ ദിവസങ്ങളും ദിനരാത്രങ്ങളുമാണ് പരിശുദ്ധമായ മുഹറമിലെ ദിനരാത്രങ്ങൾ. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് മുഹറം 9, 10 എന്തായാലും നമ്മൾ നോമ്പ് നോൽക്കണം. ഇൻഷാ അല്ലാഹ് 9 വ്യാഴാഴ്ചയാണ്, 10 വെള്ളിയാഴ്ചയാണ്. മുഹറം 10 വരുന്നത്, അതിന്റെ രാവ് വരുന്നത് വെള്ളിയാഴ്ച രാവിലാണ്. അതുകൊണ്ടൊക്കെയും വലിയ ഗുണങ്ങൾ വരുന്ന തിങ്കളാഴ്ച നോമ്പ് നോൽക്കാം. അങ്ങനെയാകുമ്പോൾ തിങ്കളാഴ്ച നോമ്പ് നോറ്റ കൂലിയും, അതുപോലെ തന്നെ ആർക്കെങ്കിലും നോമ്പ് ഖളാവ് വീട്ടാനുണ്ടെങ്കിൽ അതും കൂടി കരുതിയാൽ വലിയ പുണ്യമുള്ള ദിവസങ്ങളും ദിനരാത്രങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ഈ ദിവസങ്ങളെയും ദിനരാത്രങ്ങളെയും ചെലവഴിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ കുറ്റമാണ് മുഹറം മാസത്തിൽ തെറ്റ് ചെയ്യുക എന്നത് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ വളരെയധികം ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, അള്ളാഹു ബഹുമാനിച്ച ഷഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. ആ മുഹറം മാസത്തിലെ പവിത്രമായ ദിനരാത്രങ്ങളാണ് ആദ്യത്തെ 10 ദിവസങ്ങൾ. വല്ലൈലി വൽഫജ്രി വലയാലിൻ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല 10 ദിനരാത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്തു. ആ 10 രാത്രികളെ വല്ലൈലി വൽഫജ്രി വലയാലിൻ അശ്ർ, 10 രാത്രികളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. ആ 10 രാത്രികൾ പരിശുദ്ധമായ, ആ 10 ദിനരാത്രങ്ങൾ പരിശുദ്ധമായ മുഹറമിലെ പവിത്രമായ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. അതിൽ തന്നെ വശഫ്ഇ വൽ വത്ർ, അതെ, ഒറ്റയെ തന്നെയാണ് സത്യം, ഇരട്ടയെ തന്നെയാണ് സത്യം. ആ ഒറ്റ മുഹറം 9 എന്നും ആ ഇരട്ട അത് മുഹറം 10 എന്നും മഹാന്മാര് മുഫസ്സിരീങ്ങൾ അതിൻ്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ വളരെ പുണ്യമേറിയ ദിവസങ്ങൾ അല്ലാഹു സത്യം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയവും സന്ദർഭവും അത് എത്രമാത്രം ബഹുമാനമുള്ളതാണ്, ആദരവുള്ളതാണ്. എല്ലാ മഹാരഥന്മാരായ അമ്പിയാക്കൾക്കും ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ സംഭവ വികാസങ്ങളെ ഓർത്തെടുക്കാനും പറയാനും ഒക്കെയുള്ള ദിനരാത്രങ്ങളാണ് മുഹറമിന്റെ ദിനരാത്രങ്ങൾ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയാലും, കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ആയാലും, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം തുടങ്ങി എല്ലാ നബിമാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ബഹുമാനിക്കണം, ആദരിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. അങ്ങനെ എല്ലാ വിഷയങ്ങളിൽ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവണം. നോമ്പെടുക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പെടുക്കണം. അല്ലാഹു നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.